ഡിയർ ഫ്രണ്ട്സ്, വിജയികളുടെ സക്സിൻ്റെ രഹസ്യം. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഭാവന ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനോ യുവതിയോ ഭാഗ്യവാനാണ്. കൂടുതൽ അവസരങ്ങളുടെ യുഗത്തിൽ ഇരട്ടിയാണ് ഭാഗ്യം. ഉപയോഗത്തിലൂടെ അത് വളർത്തുവാനും വികസിപ്പിക്കുവാനും വിപുലീകരിക്കുവാനും വിശാലമാക്കുവാനും കഴിയുന്ന മനസ്സിൻ്റെ കഴിവാണ് ഭാവന. വിജയമെന്നത് യാദൃച്ഛികമല്ല, അതിന് കഠിനാധ്വാനവും അറിവും ത്യാഗവും ഇതിലെല്ലാം ഉപരിയായി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള പ്രണയമാണ്, അതും ഒടുങ്ങാത്ത പ്രണയമാണ് വേണ്ടത്. വിജയത്തെ സ്വപ്നം കാണാതെ അതിനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയില്ല. തോൽവിയുടെ രുചി അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് ബുദ്ധിശാലികളായ ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും പഠിക്കുന്നതും. തോൽവിയിൽ നിന്ന് പഠിക്കുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ പുലർത്തിപ്പോന്ന മിഥ്യാധാരണകൾ, പണത്തിൻ്റെ ഒഴുക്ക് ആ സമയത്ത് കുറയുന്നതിൻ്റെ കാരണങ്ങൾ, ഏതു സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയ വ്യക്തികളുടെ ആ സമയത്തെ മനോഭാവം, ഇങ്ങനെ പലതും നമ്മൾ ഇഴകീറി പരിശോധിച്ച് വേണം പഠിക്കാൻ. വിജയത്തിന് നമ്മുടെ ഭാഗ്യമായി യാതൊരു ബന്ധവുമില്ല. ആസൂത്രണം, ക്ഷമ, അക്ഷീണ പ്രയത്നം എന്നിവയുടെ ഫലമാണ് വിജയം. നിങ്ങൾ എന്തെങ്കിലും കണ്ട് ഭയപ്പെടുവാൻ തുടങ്ങിയാൽ നിങ്ങളെ ഭയപ്പെടുത്തുവാനും ആളുകൾ ഉണ്ടാകാം. എന്നാൽ പിന്തിരിഞ്ഞു ഓടാനാണ് തീരുമാനിക്കുന്നതെങ്കിലോ ജീവിതകാലം മുഴുവൻ ഓടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകുവാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് അന്തസ്സോടെ ജീവിക്കാം. നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിക്കുന്നത് ഒരു ഹരമല്ലേ? അല്ലെങ്കിൽ അതൊരു ചലഞ്ചല്ലേ? ഒറ്റപ്പെടൽ നമുക്ക് പുതിയ അനുഭവമല്ല, മറിച്ച് ജീവിതത്തിൽ വന്ന ഇരുട്ടുമല്ല, പിന്നെയോ പലരെയും മനസ്സിലാക്കാനുള്ള, തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഈ ഒറ്റപ്പെടൽ. നമ്മളെ വിലകൽപ്പിക്കാത്ത ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ പോകരുത്. നമ്മളെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരെ, അതിന് തയ്യാറാകാത്തവരെ ഒരിക്കൽ പോലും മനസ്സിൽ കൊണ്ട് നടക്കരുത്. വിജയത്തിൽ നേടിയവർ അല്ലെങ്കിൽ വിജയം നേടിയവർ പരാജയത്തിൻ്റെ രുചി അറിയാത്തവരല്ല. എന്നാൽ അവർ പരാജയത്തിലും തൻ്റെ പരിശ്രമം ഒരിക്കലും ഉപേക്ഷിക്കാത്തവരാണ്. അവരാണ് ശരിക്കും ധീരർ.